ജെസി മാമ മാമ എന്നെ മറന്നാ എന്റെ ബർത്ത്ഡേ ശനിയാഴ്ച മാമ വരിയോ? നിങ്ങളിപ്പോൾ കേട്ടതേ ഹാദിയുടെ വോയിസാണ്. അവൻ വിളിച്ച ഞാൻ ഇങ്ങനെ പോവായിരിക്കുക. ഒന്നും നോക്കിയില്ല. ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ ഞാൻ കുമ്പിടിക്ക് വന്നു. കുമ്പിടി എത്തിയപ്പോൾ ഉമ്മ ഓട്ടോറിക്ഷയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവനക്ക് കുറച്ച് ചോക്ലേറ്റും കപ്പ് കേക്കുമാണ് വാങ്ങിയത്. അവരെ വീട്ടിൽ ചെന്നിട്ട് താത്ത പറഞ്ഞു ഹാദിനെ വിളിച്ച് കൊണ്ടുവരണമെന്ന്. ഹാദിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഞാനും ഷാനും റെയിനും കൂടിയിട്ടാണ് പോണത്. ഹാദിനെ എനിക്കറിയാമല്ലോ, എൻ്റെ താത്താൻ്റെ കുട്ടിയാണ്. റെയിനും ഹാദിയാണ് താത്താൻ്റെ കുട്ടി. ഷാനു പറയുന്നത് മേമാൻ്റെ മോനാണ്. അപ്പോൾ ഉമ്മാൻ്റെ കൂടെ മേമയും മേമാൻ്റെ കുട്ടികളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ കുമ്പിടിയിലുള്ള സ്കൂളിലേക്ക് വന്നിരിക്കുകയാണ്. വന്നപ്പോഴാണ് അറിയുന്നത് റെയിനാണ് ഇവിടുത്തെ സ്കൂൾ ലീഡർ എന്ന്. അപ്പോൾ അവന് ഡയറക്റ്റ് ചെന്ന് ടീച്ചറുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ 11:30 വരെ ക്ലാസ് ഉണ്ടാവുന്ന ടൈമിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ 12 മണി അവൻ ഇറങ്ങിയപ്പോൾ അതുവരെ ഞങ്ങളവിടെ വെയിറ്റിങ്ങിലാണ്. അപ്പോഴാണ് അവൻ പറയുന്നത് ഇവിടെ ഓരോ ദിവസവും ഓരോ ടൈപ്പ് ഫുഡാണെന്ന്. അപ്പോൾ അതിൻ്റെ മെനു കാർഡ് എനിക്ക് കാണിച്ചു തരുമായിരുന്നു എന്തൊക്കെയാണെന്നുള്ളതൊക്കെ. രാവിലെ 6 മണിക്ക് ഡ്യൂട്ടിക്ക് കയറി 10 മണിയാകുമ്പോൾ ഞാൻ ഇറങ്ങി. അവിടുന്ന് നമുക്ക് എളുപ്പമാണ് കേട്ടോ. കൂറ്റനാട് ടച്ച് ചെയ്യാതെ തന്നെ നമുക്ക് കുമ്പിടിയിലെത്താം. എങ്ങനെ തൃത്താല വഴി വരാമല്ലോ, അതായത് പട്ടാമ്പിന്ന് എടപ്പാൾ വഴി ബസ്സുണ്ട്. അപ്പോൾ നമുക്ക് തൃത്താല ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കൂറ്റനാടിന്ന് കുമ്പിടിക്ക് പോകണം. കുമ്പിടിയല്ല, കുറ്റിപ്പുറത്തേക്ക് പോകണ ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കുമ്പിടിയിൽ ചെന്ന് ഇറങ്ങാം. അങ്ങനെ ഞാൻ അവർ വെയിറ്റ് ചെയ്ത് നിന്നതായിരുന്നു. എന്ത് ടീച്ചർ വിടാത്ത ചോദിച്ചോക്ക് നിങ്ങൾക്ക് എന്താണ് ശരിക്കും പരിപാടി? എന്തെന്ന് ശരിക്കും പരിപാടി? അനക്കറിയാതെ അനക്കറിയില്ല? ഇത് നല്ല പഠിക്കണ കുട്ടി എത്ര, അതുകൊണ്ട് നിങ്ങൾക്ക് ടാലൻറ്റഡ് ക്ലാസ് വെച്ചിക്ക് എത്ര അതൊക്കെ അറിയാലേ. അങ്ങനെ 12 മണിയായപ്പോൾ ചെക്കനെ ഞങ്ങൾക്ക് കിട്ടിയിട്ടോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഓട്ടോറിക്ഷയിലൊക്കെ കയറി എത്തിയപ്പോൾ തന്നെ അവൾ നല്ലൊരു ലെയിമാണ് ഞങ്ങൾക്ക് തന്നത്. ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കൂറ്റനാടുള്ള ഉപ്പാൻ്റെ ഫ്രണ്ടിൻ്റെ പെങ്ങളാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഉമ്മ വരുമ്പോൾ ആ കേക്കായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഹാദി ഹാപ്പി ബർത്ത്ഡേ ഹാദി. എന്തായാലും ഹാദിക്കുട്ടി നല്ല ഹാപ്പി ആയിരുന്നു. അതായിരുന്നു ഞങ്ങൾക്ക് വേണ്ടത്. പിന്നെ കേക്ക് മുറിക്കണതിന് മുന്നേ തന്നെ ഞങ്ങൾ കൊടുന്ന ഗിഫ്റ്റുകളൊക്കെ ഓനിക്ക് കൊടുത്തു. അർസു 2 ഡയറി മിൽക്കാണ് കൊടുത്തത്. അപ്പോൾ അർസുവിന് ശരിക്കും പറഞ്ഞാൽ ചോക്ലേറ്റ് അല്ലേ കൊടുക്കണത്, അതിൻ്റെ എന്തോ ഒരു വിമിഷ്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മേമ കൊടുത്ത ഗിഫ്റ്റാണ് ഇപ്പോൾ ആ കുട്ടി കൊടുക്കുന്നത്. ആ കുട്ടിയുടെ പേര് സായു എന്നാണ് കേട്ടോ, സയാൻ. അത് മേമാൻ്റെ ഇക്കാക്കാൻ്റെ പേരക്കുട്ടിയാണ് കേട്ടോ. അളേന് ലീവ് ഉണ്ടായിരുന്നില്ല. ഉപ്പ ഡ്രൈവറായതുകൊണ്ട് ഉപ്പാക്കും ലീവ് ഉണ്ടായിരുന്നില്ല. ഉപ്പ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ നേരത്താണ് എത്തിയത്. അപ്പോൾ ഉമ്മ ഡ്രസ്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഉപ്പയും ഉമ്മയും പോയിട്ടാണ് എടുത്തത്. പക്ഷെ ഉപ്പാക്ക് കടയിൽ ആളില്ലാത്തതുകൊണ്ട് ഉപ്പാക്കും വരാൻ പറ്റിയില്ല. ഡ്രസ്സിൻ്റെ കൂടെ തന്നെ അവനക്ക് ചെരുപ്പുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ അവൻ പറയുന്നുണ്ട് എനിക്കിത് പാകമല്ല, നോക്കുമ്പോൾ കുറച്ച് ടൈറ്റ് ഉണ്ടായിരുന്നു. വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇത് കാണുന്നതും ഇങ്ങനെ കേക്ക് കട്ട് ചെയ്യുന്നത്, ചോക്ലേറ്റ്, ടോയ്സ്, ഗിഫ്റ്റ് കൊടുക്കുക, അതൊക്കെ ഈ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അവരെ സന്തോഷമല്ലേ നമ്മുടെയും സന്തോഷം. പിന്നെ അസൻപാൻ്റെ വക സിൽവറിൻ്റെ ഒരു ബ്രേസ്ലെറ്റ് ആയിരുന്നു. അപ്പോൾ അത് നെസർത്താത്താനെ ഇരുന്ന് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വരുന്ന വഴിക്ക് ഉമ്മാടയിൽ അളിയനത് കൊടുത്തായിരുന്നു. അങ്ങനെയാണ് ഈ ഗിഫ്റ്റ് കയ്യിൽ കിട്ടിയത്. ഓനത് കിട്ടിയപ്പോൾ തന്നെ ഓൻ ഇട്ടു. അപ്പോൾ റെയിനു പറയുന്നുണ്ട് ഞാൻ ഇട്ടേരാന്ന്. അപ്പോൾ അത് ഇട്ടുകൊടുത്ത് നോക്കുമ്പോൾ കറക്റ്റ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഹാദിയുടെ 6ാമത്തെ വയസ്സാണ് കേട്ടോ. അത് ഡിസംബർ 6 വയസ്സ്. അപ്പോൾ ഒരുവിധം ഞാൻ എല്ലാവരെയും സെലിബ്രേഷൻ എത്താറുണ്ട്. ആ സമയത്ത് എന്തോ എനിക്കതിന് പറ്റാറുണ്ട്. ഇപ്പോൾ ഇതെന്തായാലും എനിക്ക് ഡ്യൂട്ടി കഴിഞ്ഞാൽ ബ്രേക്ക് ടൈം ഒരു 4-5 മണിക്കൂറുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ വരാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇത് തോന്നുക. കാരണം നമ്മുടെ ഓരോ സമയം വിലപ്പെട്ടല്ലേ, അതിങ്ങനെ പാഴാക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ മേമ. ഞങ്ങൾക്ക് 4 മേമന്മാരുള്ളത്. അതിൽ ഏറ്റവും മൂത്ത മേമയാണിത്. മേമയുടെ വീട് വൈദ്യമാടാണ് കേട്ടോ, മേഴത്തൂർ. അങ്ങനെ മേമാൻ്റെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഗിഫ്റ്റ് ഓപ്പൺ ആക്കിയപ്പോൾ ഒരു വാച്ചും കളർ പെൻസിലായിരുന്നു. അപ്പോൾ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം ഷോക്കേഴ്സിൽ വെക്കാനുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അത് വെറുതെയാണ്, കാണുമ്പോൾ ഒരു ഷോന്ന് മാത്രം. വേറെ വല്ല ഗിഫ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ഉപകാരത്തിൽ പെട്ടേനെ. അപ്പോൾ അതെന്തായാലും എനിക്കിഷ്ടമായി. Happy birthday to you. Happy birthday Hadi. Happy birthday to you. ഇത് ഇഷ്ടപ്പെട്ട എനിക്ക്? ഇത് ഇഷ്ടപ്പെട്ട എനിക്ക്? എനിക്ക് ഏത് ഏറ്റവും ഇഷ്ടമായത്? എവിടെ ലേറ്റ് എത്തണേ? എൻ്റെ പേരെന്താ? ഇങ്ങനെ ഇതെന്താ വാവ് പോയിക്കണേ? ഹായ്, അടിപൊളി. ഇതാര് കൊടുന്നതാ? പറയേ. അങ്ങനെ കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ റെയിനുവിൻ്റെ സൈക്കിൾ മറത്തിരിക്കണ്ടായിരുന്നു. വാപ്പച്ചി വാങ്ങിക്കൊടുത്തതാണ്. വാപ്പച്ചി ക്ഷമിക്കണം, നല്ല സൈക്കിളായിരുന്നു. എനിക്ക് കുറച്ച് ഉയരം കൂടുതലുള്ള കാരണം ഞാനത് വേഗം ഇറങ്ങി, കാരണം ഞാനവിടെ വീണ് കഴിഞ്ഞാൽ ശരിയാവൂലേ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു. അങ്ങനെ പിന്നെ ഫുഡ് താത്ത ഉണ്ടാക്കിയ സ്പെഷ്യൽ ചിക്കൻ മന്തി ആയിരുന്നു. അതിക്ക് സൈഡ് ഡിഷായിട്ട് മയോണൈസ്, തക്കാളി ചട്നിയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഫുഡ് സൂപ്പറായി, സോ ഡെലീഷ്യസ്. അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം കുട്ടികളൊക്കെ കൂടെ വൈബായിട്ടിരുന്ന്, അധികം നേരം ഇല്ലല്ലോ, ഒരു 2:30 ഒക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. കാരണം അപ്പം ഇറങ്ങിയാലാണ് 4 മണിയാകുമ്പോൾ എനിക്ക് ഡ്യൂട്ടിക്ക് കയറാൻ പറ്റുള്ളൂ. ഉമ്മ പറഞ്ഞു ഒറ്റയ്ക്ക് ഇറങ്ങണ്ട, ഞങ്ങളും വരികയാണ്, ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങളും വരേണ്ടതല്ലേ, അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പോവാം എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ താത്ത കുറച്ച് മിഠായിയും പായസം കേക്കൊക്കെ ആക്കി തന്നു, ഫുഡ് ആക്കി തന്നു കേട്ടോ. അപ്പോൾ ബാക്കിൽ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഞാനത് കൊണ്ടുപോകാനത്. എന്തായാലും ലാബിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ടാവും, അവർക്ക് കൊടുക്കാമല്ലോ. അതിൻ്റെ ഇടയിൽ ഒരു ഗ്ലാസ് പായസം കുടിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് ഓട്ടോറിക്ഷ വന്നു. ഞങ്ങൾ പിന്നെ ബസ്സിൽ കയറി, കൂറ്റനാട്ടിലേക്കുള്ള ബസ്സിലാണ് കയറിയത്. ഞാൻ അങ്ങനെ തൃത്താല പോയിട്ട് ഇറങ്ങി. ഞങ്ങൾ കയറിയ ഉടനെ തന്നെ അറസ് ഉറങ്ങാൻ തുടങ്ങി. കൂറ്റനാട് എത്തിയിട്ട് അവിടുന്ന് പട്ടാമ്പിക്ക് പോകുമ്പോൾ സോ റിസ്ക് ആയി, കാരണം തൃത്താല ഇറങ്ങിയിട്ടാണ് ഞാൻ പിന്നെ പട്ടാമ്പിക്ക് കയറിയത്. അങ്ങനെ ഒരു 4 മണിയാകുമ്പോൾ ഞാൻ ഓങ്ങല്ലൂർ എത്തിയതിന് ശേഷം ഒരു 4:15 ആകുമ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് കയറി. എന്തായാലും ഇന്നത്തെ ദിവസം ഇങ്ങനെ പോയി, അടിപൊളിയായിരുന്നു. എന്തായാലും ഇതേപോലത്തെ വീഡിയോസായിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ച്. അസ്സലാമു അലൈക്കും.